പാട്ട് വെക്കൽ മാത്രമായിരുന്നില്ല കേട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗായകരുടെ പാട്ടും ഉണ്ടായിരുന്നു. ഗായകരുടെ ഗംഭീര പാട്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല നല്ല ബ്യൂട്ടിഫുൾ മലകൾ ഇങ്ങനെ കാണാം. സൂപ്പറായിരുന്നു കാഴ്ചകൾ കേട്ടോ. നല്ല മലകൾ, നല്ല ഭംഗിയായിരുന്നു ഈ ഭാഗമൊക്കെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ഈ മലയുടെ താഴെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മലയുടെ മുകളിൽ ചാടി ഓടിക്കയറി വീഡിയോ എടുക്കുന്നതാണിത്. ഒരു ആവേശത്തിൽ അങ്ങോട്ട് കയറി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടി. സൂപ്പറായിരുന്നു എക്സ്പീരിയൻസ്. ഞാനും നന്ദു അനേട്ടനും മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അമ്പാടി താഴെ നിന്നു. ഞങ്ങൾ മേലെ കയറി വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങുന്നത്. നന്ദു മലയുടെ മുകളിൽ കയറി. പിന്നെ അങ്ങോട്ട് പോവല്ലേ, അങ്ങോട്ട് പോവല്ലേ. ഇതിൻ്റെ ഇടയിൽ പച്ച കളറിൽ നിൽക്കുന്ന ചെടിയായിട്ട് അടുത്തുനിന്ന് പറയുമ്പോൾ പച്ച കളർ കാണുന്നില്ല. ഈ ഒട്ടകളൊക്കെ തിന്നണ പുല്ലാതെ തോന്നുന്നുണ്ട്. മാലുകളൊക്കെ നിറയെ ഒട്ടകക്കാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല പച്ചപ്പ്, അടുത്തുനിന്ന് കാണിക്കുമ്പോൾ അത്ര പച്ചപ്പില്ല. ഇലയിൽ നല്ലൊരു തണ്ടായിട്ട് നിൽക്കുന്ന ചെടിയാണ്. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം ഒരു 5-5:30 ആയപ്പോഴാണ് ഹക്കലിൽ എത്തിയത്. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ വണ്ടിയിലെ ഗായകർ പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ എത്തുന്നവരെയും പാട്ട് തന്നെയായിരുന്നു കേട്ടോ. ഗംഭീര പാട്ടായിരുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ബാക്കിൽ കാണുന്നത് കടലാട്ടോ. എന്ത് ഭംഗിയായിരുന്നു ആളുകളായിരുന്നു. സൂപ്പറായിരുന്നു കാഴ്ചകൾ. ഇത് ഹക്കൽ ബീച്ചിലെത്തിയിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെ നമ്മൾ ഒക്കെ ചെറിയ ചെറിയ വീഡിയോകൾ ഒരുമിച്ച്
എഡിറ്റ് ചെയ്തതാണ് ഞാൻ. കുറച്ച് ഇതിനായിട്ട് വ്ളോഗായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ്. അതാ ദൂരെ കാണുന്ന ലൈറ്റ് കാണുന്നത് ജോർദാൻ ബോർഡറാണ്. ഇവിടുന്ന് ചെറുതായിട്ട് കിട്ടിയോ? ബീച്ചിൽ ഞങ്ങളൊരു 10-20 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ എന്തോ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് വായിക്കാൻ അറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ വീടെടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. ഇതാണ് വീടിൻ്റെ ഉൾവശം. 2 വലിയ ബെഡ്റൂം ഉണ്ടായിരുന്നു, പിന്നെ ബാത്റൂം 3 ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് അവിടെ കയറി ചെന്നത് അവർ ബാത്ത് ടബൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ കയറി കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തലയൊക്കെ തോർത്തി കയറ്റിയതും പിന്നെ ഇവർ പോണത് സ്വിമ്മിങ് പൂളിലേക്കാണ്. കിച്ചൺ ഓപ്പൺ കിച്ചണായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ നല്ലൊരു സ്പേസൊക്കെ ഉണ്ടായിരുന്നു. നന്ദു അമ്പാടിയും പോണതിപ്പോൾ സ്വിമ്മിങ് പൂളിലേക്കാണ്. പൂളിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ടൈം എടുത്തു ഇതിൽ വെള്ളം നിറയാനായിട്ട്. ഇത് കടലിലേക്ക് ഇറങ്ങാനുള്ളൊരു സ്റ്റെപ്പാണ്. അത് കടലാണ്. അത് രാവിലെ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. പൂളിൽ വെള്ളം നിറയാൻ ഒരുപാട് ടൈമായി. കുറേ ടൈം അങ്ങനെ ഇരുന്നു. അല്ല ഞാൻ വീഡിയോ ഇത്ര വെള്ളം മതിയോ? നന്ദുവിനും അമ്പാടിക്കും കുളിക്കാൻ ആ വെള്ളം മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശിയിലായിരുന്നു. കുട്ടികൾക്ക് മുട്ടിനൊപ്പമൊക്കെ വെള്ളമായപ്പോൾ അവർക്ക് ഇറങ്ങണം പറഞ്ഞിട്ട് ഞാൻ അവരെ ഇറക്കി കൊടുത്തു. പിന്നെ അവരതിൽ കളിയായിരുന്നു, വെള്ളത്തിൽ ഗംഭീര കളിയായിരുന്നു കുറച്ച് നേരം. നല്ല തണുപ്പുമായിരുന്നു വെള്ളത്തിന്, നല്ല തണുപ്പുണ്ടായിരുന്നു, ഭയങ്കര ഉപ്പും. അങ്ങനത്തെ ഒരു സമയമായിരുന്നു. പൂളിൽ വെള്ളം നിറഞ്ഞിട്ട് എല്ലാവരും പൂളിലിറങ്ങി കുളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളും വലിയവരും എല്ലാവരും ഗംഭീരമായിട്ട് നീന്തി കളിച്ച് ഒരുപാട് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീണ്ടും ഗായകരുടെ ഗാനങ്ങളുണ്ടായിരുന്നു.
യൂട്യൂബിലെ പാതി പൈസ ഞങ്ങൾക്കാണ് കേട്ടോ. യൂട്യൂബിലെ പാതി പൈസ ഞങ്ങൾക്കാണ്. യൂട്യൂബിലെ പകുതി പൈസക്ക് തരണേ. യൂണ് കഴിച്ചോ ചെല്ല് ചെല്ല് ഗാനമേള കഴിഞ്ഞതും ഭക്ഷണം കഴിക്കുകയാണ്. റൈസും നല്ല ഫ്രഷ് മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഈ റൈസിൽ തന്നെ പല കളറിലുണ്ടായിരുന്നു. വൈറ്റും ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു, ഒരു ബ്രൗൺ കളറിലും ഉണ്ടായിരുന്നു. അത് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. എല്ലാം ഉണ്ട്, വീഡിയോ ആണ്. സ്വിമ്മിംഗ് പൂളിലൊക്കെ എല്ലാവരും ഇറങ്ങി സൂപ്പറായി കുളിച്ചു. അതൊന്നും ആർക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മോർണിംഗ് കഴിച്ച ഇതാ ഇവിടെ ഒരു ഷിപ്പ് കാണാണ്ട്, വീഡിയോയിൽ കാണാനില്ല. സൂപ്പർ. രാത്രി ഇവിടെയൊക്കെ ഇറങ്ങി ഇതൊക്കെ പെറുക്കി വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാനും നന്ദുക്കുട്ടിയും കൂടി പെറുക്കിയതാണ്. എന്തൊക്കെ ഒന്ന് അടിഞ്ഞിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ നമ്മൾ അൽദീസ
ഓഫ് റോഡില് ട്രക്കിങ്ങിന് പോവാണ്. ഓക്കെ, നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വാഹനം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം അൽദീസ. ഈ ഭാഗങ്ങളൊക്കെ സൂപ്പറായിരുന്നു. നമ്മുടെ ഫാമിലികളിലെ എല്ലാ മെമ്പർമാരും ക്രൂ മെമ്പർമാരും എല്ലാം റെഡി ആയിരിക്കുന്നത്. ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു 1.5-2 മണിക്കൂറായിട്ട്. അയാളെ എഴുന്നേൽപ്പിക്കാൻ പോകണം നമ്മൾ. ഓക്കെ, ഗെറ്റ് റെഡി. അൽദീസയിൽ എത്തിയിരിക്കുകയാണ്. ട്രക്കിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വണ്ടി നല്ലൊരു ഇറങ്ങും വരൂ. ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. ഇത് കൂടെ ഓഫ് റോഡ് ഈ മലനിരകളെല്ലാം താണ്ടി ഓഫ് റോഡിൽ പോവാണ്. യെസ്, ഇറങ്ങി വരൂ. ഞങ്ങളിപ്പോൾ വണ്ടിക്ക് റേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റേറ്റ് ചോദിച്ചുകൊണ്ട് ഒരു വണ്ടിക്ക് 200-300 റിയാലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ജിനോ, കം ഔട്ട്. അടുത്ത ആളിറങ്ങി. നന്ദു, അമ്പാടി. ഇതാണ് നമ്മളെ ടീം. എല്ലായിടത്തും ഒന്നിച്ചു, എല്ലാ കുത്തക്കേടിനും ഒന്നിച്ചു. നമ്പർ 1 ഹറാത്ത് ടീം. ഇനി ഫ്രണ്ട് സൈഡ് ചേർത്ത് കൊണ്ടുപോണേ. കുറച്ചുകൂടെ വഴി ഉണ്ടോന്നല്ലേ? വെള്ളം ഇവിടേക്ക് ചൂട്. ഓഹാ, നല്ലൊരു സ്ഥലം വഴിക്ക് കയറാണ്. പിടിച്ചിരുന്നോളൂ. ഒരു ചാട്ടം. ഇല്ല, പിടിച്ചിരിക്കും. അത് കയറ്റിട്ട് ഇത് കയറി. അപ്പൊ പിടിച്ചിരിക്കട്ടോ. ഇല്ല, വണ്ടി മറിയൊന്നുമില്ല. അതങ്ങനെയാണ്. അത് ഇത് കയറ്റിയിട്ടെന്ന് വിടുള്ളൂ ആള്. എന്ത് 4 വീലർ ഇട്ടുണ്ട്. എന്ത് ഞാൻ കേട്ടിട്ടെന്നാണ് അവൻ പറയുന്നത്. അത് കൂടെ കിട്ടിയില്ല ഞങ്ങൾക്ക് കയറാൻ. കാരണം ആ വഴി അത്രയും ഭയങ്കര, ആ വഴി ലേശം ഡേഞ്ചർ ആയിരുന്നു. കയറാൻ നോക്കി നടന്നില്ല. അപ്പൊ നമ്മളടുത്ത വഴിക്ക് തിരിഞ്ഞു. ഇവിടെ കുറച്ച് ചൂടുണ്ട് അല്ലേ? ഇവിടെ ചൂടുണ്ട്. നോക്ക്, ഇവിടെ എത്തിയപ്പോ ചൂടായി. कुल्लू नफर को
ആ അത് കൂടെ നമ്മൾ വന്നു തന്നെയാണല്ലോ. അപ്പുറത്ത് കൂടെ വേറെ വഴിയുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത അവന്മാര് പെണ്ണുങ്ങളെ കണ്ടോണ്ട് കൈപോക്കാണ്. നമുക്ക് വിഷയമല്ല. ഞാനാ കണ്ടില്ലല്ലോ. അന്നെ കണ്ടില്ല അവര്, അതുകൊണ്ടാ. അന്നെ കണ്ട അവര് കയ്യും കാലും ഒക്കെ പൊക്കി വീണു. ഞാൻ ചവിട്ടി പിടിച്ചിരിക്കാം. ഞാൻ അമ്മ ഈ കാണുന്ന മലയ്ക്ക് ഏകദേശം പറയൂ, കറക്റ്റായിട്ട് പറയൂ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അതൊക്കെ ഇതിന്റെ ഹൈറ്റ് ഏകദേശം ഒരു 2200 മീറ്ററോളം ഹൈറ്റും. അയ്യോ പിന്നെ ഇത് തള്ളാൻ ആൾക്കാർ വേണമെന്നുള്ളൂ. കുതിരസവാരി ഒരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞ്. ശരിക്കൊരു ഗുഹ. പുലി ഇതൊക്കെ ഉണ്ടാവും ചിലപ്പോ. നല്ല പാമ്പുണ്ടാവും, വിഷമുള്ള ഇനം. നടക്കൂ. ഓക്കെ, എന്തുണ്ട് എവിടെ എവിടെ ഇതോ? അത് കിട്ടില്ല മുന്നു, അത് താഴെ മണ്ണിലാണ്. ആ ഓക്കെ ഓക്കെ. നമ്മുടെ ഇതിനകത്തൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഇതങ്ങനെ നോക്കാനുള്ളൂ മാത്രം. നല്ല അടിപൊളി വ്യൂ അല്ലേ? ഇങ്ങോട്ട് തിരിയൂ. ആ അവനവിടെ എത്തിയപ്പോഴേക്കും എല്ലാരും കിട്ടുന്നുണ്ട്, എല്ലാരും ഉണ്ട്. ബോട്ടിലും പോയി, കുഞ്ഞോടെ പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി. അയിലസ കുഞ്ഞു എടുക്ക് കുഞ്ഞു വാ ഫോട്ടോ എടുക്കട്ടെ, വാ. എല്ലാരും പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി. അയിലസ അത് വേണം, മല കിട്ടണ്ട, അതാർക്കില്ല. മെയിൻ അതാണ്, കാരണം കൊടുമുടിയാണത്. അമ്മടിയോടെ നന്ദോടെ ഇതിനുള്ളിൽ കയറിയോ? ഇല്ല, അതിൻ്റെ ഉള്ളിൽ. നല്ല സ്ഥലം, ഇഷ്ടപ്പെട്ടു. സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് മൃഗങ്ങൾ വരും. ഇങ്ങോട്ട് പഠിക്കുന്നു. ഇങ്ങോട്ട്
ആ എടുക്കാം, ഇങ്ങോട്ട് വരും, ഇവിടേക്ക് വരും. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. ആ ഹാ ഹാ ഹാ. ഗുഹ ഗുഹ ഗുഹ, കേവ് കേവ്. സൗണ്ട് ഉണ്ടാക്കലോ കുറച്ച് ഗുഹകളുണ്ട്, അവിടെ പുലികൾ വരുന്നുണ്ട്. സൂപ്പർ 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 പ്ലേസ്. കൊറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഫുള്ള് തിന്നു. യാ ഓഫ് കോഴ്സ്. മേലേക്ക് ഇങ്ങനെ പിടിക്കും. ഇതിന്റെ ഗ്ലാമർ കണ്ടേ കിട്ടി. കണ്ടോ ഡിസൈനൊക്കെ ആയിട്ട്. എവിടെ നോക്കട്ടെ നന്ദു വരൂ, കുഞ്ഞു വരൂ. ആ ഇങ്ങോട്ട് വരും, അമ്പത് കുറച്ച് ഇങ്ങോട്ട്. ആ മലയുടെ അകത്തേക്ക് പോയിട്ടാണ് റെയ്ഡ് പോയത്. അകത്തേക്ക്, ആ മലയുടെ അവിടെ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ അകത്തേക്ക് പോയിട്ട് റൈഡ് പോയത്. ഇതിൻ്റെ അകത്തേക്കൊക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങിയത്. നല്ല സുഖം അവിടെ അങ്ങനെ ഇരിക്കാനായിട്ട്. ചെറിയൊരു പാർക്ക്, അല്ല വലിയൊരു പാർക്ക്. അമ്മ വെറുതെ ഇങ്ങോട്ട് വരൂ. അമ്മ ഇവിടെ വെറുതെ അല്ല, ഇവിടെ അതുപോലത്തെ വലിയ ഒരു ഇങ്ങനെ ഉണ്ട പോലെ അതുപോലെ നിക്കണ ഒരു സാധനം ഉണ്ട്. എവിടെ? അവിടെ അത് പൊട്ടിപ്പോയിരുന്നു. അതങ്ങോട്ട് കഷ്ണം അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഓഫ് റോഡ് റൈഡൊക്കെ കഴിഞ്ഞ് ഈ പാർക്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ തബൂക്കിലേക്ക് തിരിച്ചു. നല്ല രസമായിരുന്നു ട്രിപ്പ്. എന്തായാലും ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങളും ആയിരുന്നു. പിന്നെ ഇതുവരെ വ്ളോഗൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. മിസ്റ്റേക്കുകളേ ഉള്ളൂ, എല്ലാവരും ക്ഷമിക്കുക.